യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ ഞാനും വരാം. അമ്മ ഒറ്റയ്ക്ക് പോണ്ട. വേണ്ട, ഇങ്ങോട്ടേ ഞാൻ ഗീതമ്മയുടെ കൂടെയാ വന്നത്. തിരിച്ചു പോകാനും ഗീതമ്മയുണ്ട്. മോൻ സാവകാശം വന്നാ മതി. മോൻ പറഞ്ഞതാ ശരി. ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു. അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന പാഠം ഞാൻ ഇതോടെ പഠിച്ചു. ഇനി എനിക്കറിയാം നിർത്തേണ്ടവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ. ഗീതമ്മ വാ. ഞാൻ ദർശനെ കല്യാണം കഴിച്ചാണെന്നൊക്കെ പെട്ടെന്നങ്ങ് മറന്നുപോയി. അതാ അമ്മ വന്നപ്പോ പേടിച്ചു പോയേ. വഴക്ക് പറയരുതെന്ന് പറഞ്ഞ അതുകൊണ്ടാ. എനിക്ക് അമ്മയെ പേടിയൊന്നുമില്ല. അമ്മയെ പേടിക്കണ്ട. ഇനി എന്നെ മാത്രം പേടിച്ചാ മതി. കേട്ടോ ഭർത്താവേ? ഏതിയായിട്ടും ചുമ്മാ അനാവശ്യം പറയാതെ. ഗിരിജയ്ക്ക് നല്ല പനിയുണ്ട്. ആരെങ്കിലും ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറയോ? പറയും. ഗിരിജയെ പോലുള്ളവർ അതും പറയും, അതിനപ്പുറവും പറയും. അവൾക്കിപ്പോ ഏട്ടത്തിയുടെ മുന്നിലോ ദർശനയുടെ മുന്നിലോ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. അവരെ നേരിടാനും അവൾക്ക് പറ്റില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും അവൾക്ക് പറ്റില്ല. അസുഖത്തിന്റെ മുഖംമൂടി അവൾ മനഃപൂർവ്വം എടുത്ത് അണിയുന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അന്ന് രാത്രിയിൽ, അതായത് പനി വരുന്നതിന് തൊട്ടു മുമ്പ് അവളെ രാത്രിയിൽ ആരോ വന്ന് പേടിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഗിരിജ പറയുന്നത് ദർശനയുടെ അമ്മ നിമ്മി വന്ന് പേടിപ്പിച്ചു എന്നാ. വെറുതെ പേടിപ്പിച്ചതല്ല, ഗിരിജയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കി. കവിളിലും ശരീരം മുഴുവനും മർദ്ദിച്ച പാടുകളും ഉണ്ടായിരുന്നു. ഒന്നാമത് അവള് നല്ല വെളുപ്പല്ലേ. കഴുത്തിൽ കരിനീരിച്ച് കിടക്കുന്ന പാടുകൾ ഞാൻ കണ്ടതാ. എങ്കിൽ നീ ഒന്നുറപ്പിച്ചോ, ആ പ്രിയദാസ് ഇവിടം വിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ദർശന തന്നെ വേഷം മാറി വന്നതായിരിക്കും. ഏതായാലും ഗിരിജയെ പോലെ ആരോഗ്യമുള്ള ഒരുത്തിയെ അങ്ങനെ കീഴടക്കണമെങ്കിൽ അവളേക്കാൾ കരുത്തുള്ള ആരെങ്കിലും വേണ്ടേ? ദർശനാവാൻ വഴിയില്ല. അവളാണെങ്കിൽ നേരിട്ട് എന്നെ വന്ന് തല്ലായിരുന്നല്ലോ. അതെങ്ങനെ നടക്കും? പണ്ടത്തെ പോലെ അല്ല. ദർശന ഇപ്പോ ഈ വീട്ടിലെ മരുമകളാ. ഒന്നാമത് അവൾക്കെതിരെ എല്ലാവരും കൂടി ചേർന്ന് ജാതകദോഷവും എരണക്കേടും എല്ലാം പറഞ്ഞ് നാട് മുഴുവൻ ഇളക്കിയിരിക്കുകയല്ലേ. കേൾക്കുന്ന ആരും വിശ്വസിച്ചു പോവും. ഏട്ടത്തി അവളുടെ കല്യാണം നടന്ന ആ രാത്രിയിൽ തന്നെ ആശുപത്രിയിലായില്ലേ? അതും ഗിരിജയെപ്പോലെ അസുഖം അഭിനയിച്ചല്ലോ. വിഷം ഉള്ളിൽ ചെന്നിട്ടാ ആശുപത്രിയിലായത്. അത് നീ അറിഞ്ഞു കാണുമല്ലോ. പിന്നെ അന്ന് മണ്ഡപത്തിൽ ബോംബ് വെച്ചതിന്റെ പിന്നിലും അവളുണ്ടാവും. ഗിരിജയല്ലാതെ പിന്നെ വേറെ ആരാ അത്തരം ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്നത്? ഒന്ന് നീ ആലോചിച്ചോ. ആ ബോംബെങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഞാനും ബാക്കിയുള്ളവരും ക്ഷണനേരം കൊണ്ട് ഒരുപിടി ചാമ്പലായനെ. അങ്ങനെയൊക്കെ ചെയ്യാൻ ആംബിയറുള്ള ഗിരിജ ഇനി വന്നത് ഒറിജിനൽ പ്രേതമാണെങ്കിൽ പോലും ഗിരിജയെ പേടിച്ച് ഈ ഭൂമി തന്നെ ഉപേക്ഷിച്ച് അത് ഓടിപ്പോയേനെ. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. കുറച്ചു മുമ്പ് നല്ല പനി ഉണ്ടായിരുന്നു ഗിരിജയ്ക്ക്. അങ്ങനെയാണെങ്കിൽ പവിത്രൻ അവളെ എപ്പോഴേ ആശുപത്രിയിൽ എത്തിച്ചേനെ. ഇത് 100% അവളുടെ അഭിനയം തന്നെയാ. നിന്നെ പോലുള്ള മരമണ്ടികൾ വിശ്വസിക്കും, പക്ഷേ ഈ ഞാൻ വിശ്വസിക്കില്ല. ഗിരിജ എവിടെ? ശ്രേയേ, നിന്റെ അമ്മ വരാത്തതെന്താ? പോയി വിളിച്ചോണ്ട് വാ. അമ്മയ്ക്ക് തീരെ സുഖമില്ല.
എണീക്കാൻ പോലും വയ്യ. പഴയ പല്ലക്ക് പത്തായപ്പുരയിൽ കാണും. യതിയും പവിയും പോയി അവളെ ചുമന്നു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്ത്. അല്ലെങ്കിൽ ഒരു കസേര എടുത്തോണ്ട് പോയി ചുമന്നുകൊണ്ട് വാ. പോയി വിളിച്ചോണ്ട് വാടി. ബാക്കി എല്ലാരും ഉണ്ടല്ലോ. വീണ എവിടെ? ഞാനിവിടെ ഉണ്ട് അപ്പച്ചി. മുത്തശ്ശൂടി വേണമായിരുന്നു. ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മുത്തശ്ശിയുടെ നിർദ്ദേശം അനുസരിച്ചാ എല്ലാവരെയും വിളിപ്പിച്ചത്. എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പാണോ പേടിയാണോ എന്നറിയില്ല. പക്ഷേ ഗിരിജയുടെ മുഖത്ത് മാത്രം ഒരാശങ്കയും ഇല്ല. സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും. ആ ഗിരിജ ഇരിക്കെ. ഞാനിവിടെ നിന്നോളാം. തീരെ അവശതയില്ല, എഴുന്നേൽക്കാൻ പോലും വയ്യെന്നാണല്ലോ നിന്റെ മോള് പറഞ്ഞത്. യഥാർത്ഥത്തിൽ കല്യാണത്തിന്റെ തലേന്ന് എന്റെ മോനെ കാണാതായതടക്കം ഒരു വിചാരണ നടത്തണമെന്നാ മുത്തശ്ശി പറയുന്നത്. അതു വേണ്ട, വധുവിനെ സ്വീകരിച്ചത് മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ ഗിരിജയുടെ ഈ അവശത കാണുമ്പോ രൂപേഷ് മോനെയും ദർശനയും കൂട്ടി യതി കുടുംബക്ഷേത്രത്തിൽ പോയത് മുതൽ സംസാരിക്കണമെന്ന് തോന്നി. എന്താണ് ഗസ്റ്റ് ഹൗസിൽ സംഭവിച്ചതെന്ന് ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊഴികെ എല്ലാവർക്കും അതാരാണ് ചെയ്യിച്ചതെന്നും അറിയാം. ഇല്ലടത്തി, അഞ്ചുമോളെ കൊല്ലാൻ ഇവിടെ ശ്രമം നടക്കുമ്പോൾ രൂപേഷും ദർശനയും ഞാനുമൊക്കെ മുത്തശ്ശിയോടൊപ്പം തറവാട്ടു ക്ഷേത്രത്തിലായിരുന്നു. അതുകൊണ്ട് ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. അറിഞ്ഞാൽ ഞാൻ അവരെ നിയമത്തിന് പോലും വിട്ടുകൊടുക്കാതെ തീർത്തു കളഞ്ഞേനെ. എനിക്കും അറിയില്ല എടുത്തി. ഈ ഹീനകൃത്യം ചെയ്യാൻ ശ്രമിച്ചവരാരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പാടില്ല. ഗിരിജയുടെ ഭാഗത്തു നിന്ന് മുമ്പ് പല തവണ പല പകപോക്കലും ഉപദ്രവിക്കലും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ അവൾക്ക് ശക്തമായ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പലരുടെയും കണ്ണുകൾ ഗിരിജയിലേക്ക് എത്തുന്നത് കണ്ടിട്ടാ ഞാനിങ്ങനെ പറയുന്നത്. ചേച്ചി, കുറച്ചധികം ദിവസങ്ങളായിട്ട് ഗിരിജ കിടപ്പിലാണ്. അതിന് കാരണമായതും ഒരാക്രമണമാണ്. പാതിരാത്രിയിൽ ആരോ വീടിനുള്ളിൽ കടന്നു കയറി ഗിരിജയെ ആക്രമിക്കായിരുന്നു. കഴുത്തി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ശരീരമാസകലം തല്ലി ചതക്കുകയും ചെയ്തു. എന്നിട്ടും ചേച്ചി അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. ഗിരിജ അത്രയ്ക്ക് അവശനിലയിലായിരുന്നെങ്കിൽ കുടിവയ്പ്പിന്റെ അന്ന് രാത്രിയിൽ അവൾ എങ്ങനെ എഴുന്നേറ്റ് വന്നു? ഞാൻ മാത്രമല്ല, ഗീതമ്മയും ദർശനയും ഉൾപ്പെടെ പലരും ഗിരിജയെ കണ്ടു. അതിനെപ്പറ്റി ഗിരിജയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കിടപ്പിലായെങ്കിൽ സൂക്ഷിക്കണം. ഇടവിട്ടുണ്ടാകുന്ന പനിയെ അപകടകരവാ. ഇവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ പിന്നെ പാതിരാത്രിയിൽ ഗിരിജ എഴുന്നേറ്റ് വന്നത് എന്തിനാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്റെ മുറിയിൽ കടന്നു വന്നതും ലോക്കർ തുറക്കാൻ ശ്രമിച്ചതുമൊക്കെ ഏതെങ്കിലും കള്ളന്മാരായിരിക്കും. പക്ഷേ എന്റെ മുഖത്ത് മയക്കാനുള്ള സ്പ്രേ അടിച്ചത് എന്തായാലും ഈ വീട്ടിലുള്ള ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മനുഷ്യത്വമില്ലാത്തവരാരും ഈ കുടുംബത്തിലില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗിരിജെ? പക്ഷെ ഒന്നും ഞാൻ പറയാം. രൂപേഷും ദർശനയും കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയ അതേ സമയത്ത്, അതായത് രൂപേഷും ദർശനയും ഇവിടെ ഇല്ലെന്ന് ഉറപ്പുള്ള ആരോ ഒരാള്, അതും ഉണ്ണികൃഷ്ണനും താക്കോലും പുറത്തു പോയിരിക്കുകയാണെന്ന് ഉത്തമ ബോധ്യമുള്ള ആരോ ആണ്. ഗസ്റ്റ് ഹൗസിൽ ഈ ഹീനകൃത്യത്തിന് ഗുണ്ടകളെ ഏർപ്പെടുത്തിയതെന്ന് ഉറപ്പാ.
വീട്ടിലെ ഒരാളെ അത് ചെയ്യൂ. അത് പിന്നെ ആരാ? അഞ്ജന അവിടെ ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത് സേഫ് അല്ലാന്ന് കരുതിയ അഞ്ജനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും എന്റെ ഒപ്പം കിടത്തിയതും. അന്നും അഞ്ജനയെ ആപത്തിൽപ്പെടുത്താൻ ആരോ ശ്രമിച്ചു. ഇവിടെ അഞ്ജനയെ താമസിപ്പിക്കുന്നത് ഇഷ്ടമല്ലാത്തത് ആർക്കാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതും പറയുന്നില്ല.